ദിനോസറിന് മുന്നേ ഭൂമിയിലുള്ള ജീവി, നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന നീലരക്തമുള്ള 45 കോടി വർഷം പഴക്കമുള്ള ജീവി, ഹോഷു ക്രാബ്. യെസ്, ദ റിയൽ ഫാക്ട് ഓഫ് ഹോഷു ക്രാബ്. ലെറ്റ്സ് വെൽക്കം. ഹോഷു ക്രാബ് എന്ന ഈ കടൽ ജീവി ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ്. ഡൈനോസറുകൾ ഭൂമിയിൽ വരുന്നതിനും ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവ ഭൂമിയിലുണ്ട്. ഏകദേശം 450 ദശലക്ഷം വർഷങ്ങളായി ഇവയുടെ രൂപത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്തതിനാൽ ഇവയെ ലിവിങ് ഫോസിൽ എന്നും വിളിക്കപ്പെടും. ഇവ ശരിക്കും ഞണ്ടുകളല്ല. പേരിൽ ഞണ്ട് എന്നുണ്ടെങ്കിലും ഇവ ശരിക്കുള്ള ഞണ്ടുകളല്ല. ചിലന്തികളോടും തേളുകളോടുമാണ് ഇവയ്ക്ക് കൂടുതൽ ജനിതകമായി സാമ്യമുള്ളത്. കുതിരയുടെ ലാടത്തിന്റെ ആകൃതിയിലുള്ള കട്ടിയുള്ള പുറന്തോടുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ജീവിയാണ് ഇവ. നീല നിറത്തിലുള്ള രക്തമാണ് ഇവയ്ക്ക്. മനുഷ്യരക്തത്തിൽ ഇരുമ്പുള്ളതിനാൽ ചുവപ്പ് നിറമാണെങ്കിൽ ഹോഷു ക്രാബുകളുടെ രക്തത്തിൽ ചെമ്പടങ്ങിയിരിക്കുന്നതിനാൽ അതിന് നീല നിറമാണ്. ഇവയുടെ രക്തത്തിന് ബാക്ടീരിയകളെ തിരിച്ചറിയാനും അവയെ തടയാനുമുള്ള അസാധാരണമായ കഴിവുണ്ട്. ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് കണ്ണുകൾ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കണ്ണുകളാണ് ഇവയ്ക്കുള്ളത്. ഇതിൽ വശങ്ങളിലുള്ള 2 വലിയ കണ്ണുകൾ ഇണകളെ കണ്ടെത്താനും മറ്റുള്ളവ പ്രകാശത്തിന്റെ അളവ് തിരിച്ചറിയാനും സഹായിക്കുന്നു. ഇതിൽ അൾട്രാവയലറ്റ് വെളിച്ചം വരെ തിരിച്ചറിയാൻ കഴിയുന്ന പ്രത്യേക കണ്ണുകളും ഉണ്ട്. ഇവയുടെ വാൽ അപകടത്തിൽപ്പെടുമ്പോൾ തിരിഞ്ഞു കിടക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ആരെയും ആക്രമിക്കാനല്ല. ഹോഷു ക്രാബുകൾക്ക് മറ്റു ജീവികളെ പോലെ പല്ലുകളില്ല. പകരം ഇരകളെ പിടിക്കുന്നതും അത് ചവച്ചരയ്ക്കുന്നതും ഇവയുടെ കാലുകൾ ഉപയോഗിച്ചാണ്. നടക്കുമ്പോൾ തന്നെ കാലുകൾക്കിടയിലുള്ള വായിലേക്ക് ഭക്ഷണം അരച്ച് കയറ്റിവിടാൻ ഇവയ്ക്ക് കഴിയും. കടലിനടിയിലുള്ള ചെറിയ വിരകളും മറ്റു ചെറു ജീവികളുമാണ് ഇവയുടെ പ്രധാന ആഹാരം. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇവയുടെ പങ്ക് വളരെ വലുതാണ്. വാക്സിനുകളും കുത്തിവയ്പ് മരുന്നുകളും സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ ഇവയുടെ രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലിമുലസ് അമീബോസൈറ്റ് ലൈസൈറ്റ് അഥവാ LAL ഉപയോഗിക്കുന്നു. ഈ പദാർത്ഥം പ്രധാനമായും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളുടെ കോശഭിത്തിയിലുള്ള എൻഡോടോക്സിനുകൾ അല്ലെങ്കിൽ ലിപ്പോപോളിസാക്കറൈഡുകൾ കണ്ടെത്തുന്നതിനായി ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ പ്രധാനമായും ഒഡീഷ, പശ്ചിമബംഗാൾ തീരങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. തീരദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും കണ്ടൽ കാടുകളുടെ നാശവും ഇവയുടെ പ്രജനനത്തെ സാരമായി ബാധിക്കുന്നു. പലപ്പോഴും മീൻപിടുത്തക്കാരുടെ വലകളിൽ അറിയാതെ കുടുങ്ങി ഇവ കൊല്ലപ്പെടാറുമുണ്ട്.